പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഹിന്ദി ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 10ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്ററാകുന്ന അകാൽ ഔർ ഉസ്കെ ബാദ് എന്ന കവിതയിലെ ക്വസ്റ്റ്യൻസ് ആൻസറുകളാണ്. ശ്രീ നാഗാർജുൻ എഴുതിയ മനോഹരമായ ഒരു കവിതയാണ് അകാൽ ഔർ ഉസ്കെ ബാദ്. ഇതിൽ ക്ഷാമത്തിൻ്റെ ദയനീയ അവസ്ഥയും ഭക്ഷണത്തിൻ്റെ പ്രാധാന്യവും വളരെ മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നു. ക്ഷാമമുണ്ടാകുമ്പോൾ മനുഷ്യ വിഭാഗത്തെ മാത്രമല്ല, ഒരു പ്രദേശത്തിലെ മുഴുവൻ ജീവജാലങ്ങളെയും ബാധിക്കുന്ന ഒന്നാണ് എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരുപാട് കാലം പട്ടിണി കിടക്കുമ്പോൾ ആ പട്ടിണി കിടന്ന ആളുകൾക്ക് മുന്നിലേക്ക് ഭക്ഷണം എത്തുമ്പോഴുണ്ടാകുന്ന അവരുടെ അവസ്ഥ, അവരുടെ സന്തോഷം, ആ സമയത്ത് അവർ ഭക്ഷണത്തെ കാണുന്ന ഒരു കാഴ്ച, അതിനെയും മനോഹരമായിട്ട് അദ്ദേഹം വർണ്ണിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഭക്ഷണം എന്നത് ദൈവത്തിൻ്റെ ഔദാര്യമാണ്. അതിനെത്രത്തോളം മൂല്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ഈ അവസരത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് പല ദിവസങ്ങളായി നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന് ഭക്ഷണത്തിൻ്റെ പുക ഉയരുമ്പോൾ, അല്ലെങ്കിൽ അടുപ്പ് കത്തിക്കുമ്പോഴുണ്ടാകുന്ന പുക ഉയരുന്നതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറ് പോലുമില്ല. എന്നാൽ ഇത് കിട്ടാക്കനിയാകുമ്പോൾ, അതിനെയും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഇത് നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും വലിയ മഹത്വത്തോടു കൂടി തന്നെയായിരിക്കും നാം ഇതിനെ നോക്കിക്കാണുന്നത്. അപ്പോഴാണ് സത്യത്തിൽ ഭക്ഷണത്തിൻ്റെ മൂല്യം എന്താണെന്ന് നാം മനസ്സിലാക്കുകയും ചെയ്യുന്നത്. കവിതയിലൂടെ കവി ക്ഷാമത്തിൻ്റെ അവസ്ഥയോടൊപ്പം തന്നെ ഭക്ഷണത്തിൻ്റെ മൂല്യത്തെയും വളരെ മനോഹരമായിട്ട് നമുക്ക് വർണ്ണിച്ചു തന്നിരിക്കുന്നു. ഏതായാലും ഈ ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അത്തരം ക്വസ്റ്റ്യൻസുകൾക്ക് എങ്ങനെ ആൻസർ ചെയ്യണമെന്നൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അതുകൊണ്ട് ആ പാഠഭാഗത്തിലേക്ക്, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് പോകാം. ശ്രദ്ധിക്കൂ. കൈ ദിനോം തക്ക് ചൂൽഹാ രോയ ചക്കി രഹി ഉദാസ്, കൈ ദിനോം തക്ക് കാനി കുത്തിയ सोई उनके पास, चूल्हे का रोना और चक्की का उदास होना, इसका मतलब क्या है? ഇവിടെ कई दिनों तक चूल्हा रोया चक्की रही उदास, कई दिनों तक कानी कुतिया सोई उनके पास, ഇത്രയും കവിതയിലെ വരികളാണ്. ഈ വരിയിൽ നിന്ന് രണ്ടെണ്ണം പ്രത്യേകം എടുത്തു പറയുകയാണ്. चूल्हे का रोना और चक्की का उदास होना, इसका मतलब क्या है? ഈ പറഞ്ഞവയുടെ ആശയം എന്താണ്? അടുപ്പ് കരയുക, ആട്ടുകല്ല് വിഷമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നോക്കൂ. ഇസ്കാ മത്ലബ് ഹൈ കി, ഇതിൻ്റെ ആശയം ആകുന്നു എന്തെന്നാൽ, ഘർ മേം, വീട്ടിൽ, അകാൽ കെ കാരൺ, ക്ഷാമത്തിൻ്റെ കാരണത്താൽ, कोई ഖാദ്യ ചീസേം നഹി ഥി, കോയി യാതൊരു, ഖാദ്യ ചീസേം ഭക്ഷണ വസ്തുക്കൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ, നഹീം ധീം ഉണ്ടായിരുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഖാദ്യ എന്ന് എഴുതുന്ന രീതി, ദായും യായും ചേർന്ന് വരുമ്പോൾ ദിയ എന്നത് നമ്മൾ രണ്ട് രൂപത്തിൽ എഴുതാറുണ്ട്. വിദ്യാർത്ഥി എന്നത് ഈ രൂപത്തിൽ നമുക്ക് എഴുതാം. സാധാരണ ദ യ എന്ന് ചേർത്തുകൊണ്ടും എഴുതാം. ഖാദ്യ ചീസേം, യാതൊരു ഭക്ഷ്യവസ്തുക്കളും ഭക്ഷണ പദാർത്ഥങ്ങളും നഹിഥി ഉണ്ടായിരുന്നില്ല. ഇസ്ലിയെ, അതുകൊണ്ട്, ചൂൽഹ ഔർ ചക്കി, അടുപ്പും ആട്ടുകല്ലും, വഹാം, അവിടെ, നിശ്ചൽ ധേ, നിശ്ചലമായിരുന്നു,
ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു എന്നർത്ഥം. കഈ ദിനോം തക്ക് ഒരുപാട് ദിവസങ്ങൾ വരെ, ഉൻക ഉപയോഗ് അവയുടെ ഉപയോഗം, നഹീ ഥ ഉണ്ടായിരുന്നില്ല. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ ആശയം. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ. കൈ ദിനോം തക്ക് ലഗി ഭീത്ത് പർ छिपकलियों की गश्त, कई दिनों तक चूहों की भी हालत रही शिकस्त. ये पंक्तियाँ किस हालत की ओर ഇഷാര കർത്തി ഹെ. ഇവിടെയും ഈ ഷിക്കസ്ത് എന്നതുവരെ കവിതയിലെ വരികളാണ്. അതിനുശേഷമാണ് ചോദ്യം വരുന്നത്. യേ പങ്ക്തിയാം ഈ പറഞ്ഞ വരികൾ കിസ് ഹാലത്ത് കി ഓർ ഏത് അവസ്ഥയിലേക്കാണ് ഇഷാര കർത്തി ഹെ സൂചന നൽകുന്നത്. ഇവിടെ ഓർ എന്നത് ലേക്ക് എന്നർത്ഥത്തിലാണ്. അവിടെ രണ്ട് വര വരുമ്പോൾ ഔർ എന്ന് വായിക്കാറുണ്ട്. അത് ഇംഗ്ലീഷിലെ ആൻഡ് എന്നുപയോഗിക്കുന്ന പോലെ രണ്ട് വാക്കുകൾക്കിടയിൽ കിതാബ് ഔർ കലം, പുസ്തകവും പേനയും എന്നർത്ഥം വരാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. നോക്കൂ. ഇൻ പങ്ക്തിയാം കഠിൻ അകാൽ കി ഓർ സംഖേത് കർത്തി ഹെ. ഇവിടെ യോം എന്നാണ് എഴുതിയിട്ടുള്ളത്, പക്ഷെ ഇവിടെ യാം എന്നാണ് വേണ്ടത്. ഇൻ പങ്ക്തിയാം ഈ വരികൾ കഠിൻ അകാൽ കി ഓർ കഠിനമായ ക്ഷാമത്തിലേക്കാണ് സംഖേത് കർത്തി ഹെ സൂചനകൾ നൽകുന്നത്. അകാൽ കെ കാരൺ ക്ഷാമത്തിൻ്റെ കാരണം, വഹാം അവിടെ, ചോട്ടെ ജീവോം കോ ഭി ചോട്ടെ ചെറിയ, ജീവോം കോ ജീവികൾക്ക്, ഭി പോലും. ഇനി ചേർത്ത് വായിക്കേണ്ടത് ചോട്ടെ ജീവോം കോ ഭി ചെറിയ ജീവികൾക്ക് പോലും, ഭോജൻ നഹി ഥ ഭക്ഷണം ഉണ്ടായിരുന്നില്ല. ചൂഹ ഔർ ചിപ്കലി ജയ്സെ എലിയും പല്ലിയും ജയ്സെ പോലുള്ള, ചോട്ടെ ജീവ് ചെറിയ ജീവികൾ, ഭോജൻ കി തലാഷ് മേ ഭക്ഷണത്തിൻ്റെ അന്വേഷണത്തിൽ, ഭടക് രഹേധേ അലഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ചെറിയ ജീവികളുടെ പ്രയാസം ഇത്രത്തോളമാണെങ്കിൽ മനുഷ്യൻ്റെ അവസ്ഥ എന്താവും എന്നത് നാം ചിന്തിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ലേഖകൻ മനുഷ്യൻ്റെ കാര്യം പറയാതെ ചെറുജീവികൾക്ക് തന്നെ ക്ഷാമം എത്രത്തോളം ബാധിക്കുന്നു എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. നോക്കൂ. മറ്റൊന്ന്, ദാനെ ആയെ ഘർ കെ അന്തർ കഈ ദിനോം കെ ബാദ് ധുആം ഉഠാ ആംഗൺ സെ ഊപ്പർ कई दिनों के बाद. इन पंक्तियों से कवि क्या कहना चाहता है. നോക്കൂ. ഇവിടെ കവിതയിലെ വരികൾ തന്നെ നൽകിയിട്ടാണ് പറയുന്നത്. ദാനെ ആയെ ഘർ കെ അന്തർ കഈ ദിനോं के बाद ധുആം ഉഠാ ആംഗൺ സെ ഊപ്പർ കഈ ദിനോं के बाद. ഇത്രയും കവിതയിലെ വരികളാണ്. ഇനിയാണ് ചോദ്യം. ഇൻ പങ്ക്തിയോം സെ ഈ വരികളിൽ നിന്ന് കവി ക്യാ കഹ്ന ചാഹ്താ ഹെ കവി എന്താണ് കഹ്ന ചാഹ്താ ഹെ പറയാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഈ വരികളിലൂടെ കവി എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്. സേക്ക് നിന്ന് എന്നും ലൂടെ എന്നുമൊക്കെ അർത്ഥമുണ്ട്. നോക്കൂ. കവി ഇൻ പങ്ക്തിയാം ദ്വാര അകാൽ കെ ബാദ് കെ ദിനോം കാ ചിത്रण किया है. अकाल के बाद घर में दाने आने पर घर के आंगन से धुआं ऊपर उड़ता है. मतलब चूल्हा जलने लगा है. यह घर में खाना पकाने की ओर इशारा करता है. നോക്കൂ. കവി ഇൻ പങ്ക്തിയാം ദ്വാര ഈ വരികൾ മുഖേന അകാൽ കെ ബാദ് കെ ക്ഷാമത്തിൻ്റെ ബാദ് കെ ശേഷമുള്ള, കാക്കയ്ക്ക് ഇൻ്റെ ഉടെ ഉള്ള എന്നൊക്കെ അർത്ഥമുണ്ട്, ശേഷമുള്ള, ദിനോം കാ ദിവസത്തിൻ്റെ, ചിത്रण किया है ചിത്രീകരണമാണ് ചെയ്തിട്ടുള്ളത്,
ക്ഷാമത്തിൻ്റെ ശേഷമുള്ള, ക്ഷാമം കഴിഞ്ഞതിന് ശേഷമുള്ള ദിവസങ്ങളെ പറ്റിയിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അകാൽ കെ ബാദ്, ക്ഷാമത്തിൻ്റെ ശേഷം, ഘർ മേം വീട്ടിൽ, ദാനെ ആനെ പർ, ദാനെ ധാന്യങ്ങൾ, ആനെ പർ വരുമ്പോൾ എത്തുമ്പോൾ, ഘർ കെ ആംഗൺ സെ വീടിൻ്റെ, ആംഗൺ സെ മുറ്റത്തിൻ്റെ അല്ലെങ്കിൽ ആംഗൺ സെ മുറ്റത്തിൽ നിന്ന്, ധുആം ഊപ്പർ ഉടുത്താ ഹെ പുകകൾ, ഊപ്പർ ഉടുത്താ ഹെ മുകളിലോട്ട് ഉയരുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഉത്തരേന്ത്യകളിലൊക്കെ സാധാരണ അടുപ്പുണ്ടാവാറുള്ളത് വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ്. ചെറിയ വീടാണ് അവർക്കുണ്ടാവുക. അപ്പോൾ അവിടെ ആ വീടിൽ തന്നെ ക്ഷാമമുള്ള സമയത്ത് അവർ ഒതുങ്ങി കഴിഞ്ഞു കൂടുകയാണ്. അതുകൊണ്ടാണ് മുറ്റത്തിൻ്റെ മുകളിലൂടെ എന്ന് ഇവിടെ പ്രത്യേകം പറയുന്നത്. അപ്പോൾ ക്ഷാമം വരുന്ന സമയത്ത് ധാന്യങ്ങൾ വീട്ടിലേക്ക്, ക്ഷാമം പോകുന്ന സമയത്ത്, അത് ക്ഷാമം കഴിഞ്ഞ സമയത്ത് വീട്ടിലേക്ക് ധാന്യങ്ങൾ എത്തുന്നു. ധാന്യങ്ങൾ എത്തിയപ്പോൾ അതവർ പൊടിച്ച് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നു. അങ്ങനെയാണ് വീടിൻ്റെ മുറ്റത്ത് നിന്ന് പുകകൾ ഉയരുന്നു എന്ന് പറഞ്ഞത്. മത്ലബ്, ആ പറഞ്ഞതിൻ്റെ ആശയം ചൂൽഹ ജൽനെ ലഗ, അതായത് പുക ഉയരുന്നു എന്ന് പറഞ്ഞാൽ അടുപ്പ് കത്താൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. അടുപ്പ് വെറുതെ കത്തിക്കൂല എന്ന് നമുക്കറിയാം. അതായത് ഭക്ഷണം പാചകം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. യഹ് ഇത് ഘർമേം വീട്ടിൽ, ഖാന പക്കാനെ കി ഓർ ഭക്ഷണം പാചകം ചെയ്യുന്നതിലേക്ക്, ഇഷാര കർത്താ ഹെ സൂചന നൽകുന്നു. ഈ വരികൾ ശരിക്കും സൂചന നൽകുന്നത് ധാന്യങ്ങളൊക്കെ എത്തിയപ്പോൾ വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യാൻ തുടങ്ങി എന്നതിലേക്കാണ് സൂചന നൽകുന്നത്. ഘർ മേ രഹ്നെ വാലെ മാനവ് ഔർ ജീവജന്തുവോം കി, വീട്ടിൽ കഴിയുന്ന മനുഷ്യനും അതുപോലെ തന്നെ ജീവജന്തുക്കളുടെയും, രണ്ടു വിഭാഗത്തെയും പറയുന്നുണ്ട്. വീട്ടിൽ കഴിയുന്ന, വീട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെയും അതുപോലെ തന്നെ ജീവജന്തുക്കളുടെയും, കിസ് സമാൻ ഭാവന, ഏത് സമാന ഭാവനയാണ്, രണ്ടു പേർക്കും തുല്യമായിട്ടുള്ള ഭാവനയെയാണ് കവിനെ കവി ഇസ് കവിതാമേ പ്രകട് കിയാ ഹെ, ഈ കവിതയിൽ പ്രകടമാക്കിയിരിക്കുന്നത്. മനുഷ്യൻ്റെയും മൃഗങ്ങൾ അല്ലെങ്കിൽ വീട്ടിൽ ജീവിക്കുന്ന മറ്റു ജീവജാലങ്ങളുടെയും ഏത് സമാന ഭാവനയെയാണ് കവിതയിലൂടെ നമുക്ക് പ്രകടമാക്കി തരുന്നത് എന്നാണ് ചോദിച്ചത്. നോക്കൂ, ചാഹെ ഘർ കെ മാനവ് ഹോ യാ ജീവജന്തു, ചാഹെ ആവട്ടെ. പക്ഷേ ചാഹെ എന്നതിൻ്റെ അർത്ഥം അവസാനമാണ് നമ്മൾ അർത്ഥം വെക്കാറുള്ളത്. ചാഹെ ഘർ കെ മാനവ് ഹോ യാ ജീവജന്തു, വീട്ടിലുള്ള മനുഷ്യനാവട്ടെ മറ്റുള്ള ജീവജാലങ്ങളാവട്ടെ, ഈ രീതിയിലാണ് അർത്ഥം വെക്കേണ്ടത്. ചാഹെ എന്നത് ഹിന്ദിയിൽ എഴുതുമ്പോൾ ആദ്യത്തിലാണ് എഴുതുക, പക്ഷെ അതിൻ്റെ അർത്ഥം അവസാനമാണ്. വീട്ടിലുള്ള മനുഷ്യരാവട്ടെ ജീവജന്തുക്കളാവട്ടെ, സബ് എല്ലാവരും, ഭോജൻ സാമഗ്രിക്ക് അഭാവമേ, ഭക്ഷണ സാമഗ്രികളുടെ സാധനങ്ങളുടെ അഭാവമേ, അഭാവത്താൽ ഇല്ലായ്മയാൽ, പരേഷാൻ ഹേ വളരെ പ്രയാസത്തിൽ തന്നെയാണ്, ബുദ്ധിമുട്ടിൽ തന്നെയാണ്. ഉൻകി ഇസ് വിവശതാക്കോ, അവരുടെ ഈ വിവശതയെ, കവിനെ കവി, ഇസ് കവിതാമേം ഈ കവിതയിൽ പ്രകട് കിയാ ഹെ പ്രകടമാക്കിയിരിക്കുന്നു. അതാണ് കവിതയിലൂടെ സമാന ഭാവനയായി പ്രകടമാക്കിയത്. മറ്റൊരു ചോദ്യം, കാനി കുത്തിയ കഹാം സോയി ഹുയി ഥി, ക്യോ, ഒറ്റക്കണ്ണിയായ നായ അല്ലെങ്കിൽ പട്ടി, കഹാം എവിടെയാണ്, സോയി ഹുയി ഥി ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്, ക്യോ എന്തുകൊണ്ടാണ് അവിടെ ഉറങ്ങിയത്. നോക്കൂ, കാനി കുത്തിയ ഒറ്റക്കണ്ണിയായ പട്ടി, ചൂൽഹെ ഔർ ചക്കി കെ പാസ് അടുപ്പിൻ്റെയും ആട്ടുകല്ലിൻ്റെയും അടുത്ത്, സോയി ഹുയി ഥി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ, ഉസ്സേ അതിന്, കഹീം സേ എവിടെ നിന്നും, കുച്ച് ഖാനേക്കോ എന്തെങ്കിലും, ഖാനേക്കോ കഴിക്കാൻ, മിൽനേക്ക് സംഭാവന ലഭിക്കാനുള്ള സാധ്യത, എന്തെങ്കിലും കഴിക്കാൻ ലഭിക്കാനുള്ള സാധ്യത, അതായത് കഴിക്കണമെങ്കിൽ എന്തെങ്കിലും കിട്ടണമല്ലോ, അങ്ങനെ കിട്ടാനുള്ള സാധ്യത, സംഭാവന, സാധ്യത നഹീഥി ഉണ്ടായിരുന്നില്ല. ഇസ്ലിയെ അതുകൊണ്ട്, യഹാം ഇവിടെ, ഭോജൻ കി പ്രതീക്ഷാമേ അതിവിടെ കിടന്നുറങ്ങുന്നത് ഭക്ഷണത്തിൻ്റെ പ്രതീക്ഷയിൽ, സോരഹീതി അവിടെ ഉറങ്ങുകയായിരുന്നു.
പട്ടിക്കും മറ്റുള്ള ജീവജാലങ്ങൾക്കൊക്കെ പുറമേ നിന്ന് തന്നെ ഭക്ഷണം കിട്ടാറുണ്ട്. പക്ഷേ ഇതിന് ഈ ക്ഷാമമായതുകൊണ്ട് എല്ലാ ജീവജാലങ്ങളെയും അത് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും പോയിട്ടും അതിന് ഭക്ഷണം ലഭിച്ചിട്ടില്ല. ഇനി മനുഷ്യർക്ക് ഭക്ഷണം ലഭിക്കുകയാണെങ്കിൽ അവനും എന്തെങ്കിലും ലഭിക്കുമെന്ന പ്രതീക്ഷ, അല്ലെങ്കിൽ ആ ജീവിക്കും എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് മനുഷ്യർ ഭക്ഷണമുണ്ടാക്കുന്ന ആട്ടുകല്ലും അടുപ്പിൻ്റെയും അരികത്ത് തന്നെ അത് കിടന്നുറങ്ങാൻ കാരണം. നോക്കൂ, സമാനാർത്ഥി ശബ്ദ് കവിതാംശ സേ ചുൻകർ ലിഖേ. സമാനാർത്ഥി സമ അർത്ഥം വരുന്ന ശബ്ദ് വാക്ക് കവിതാംശ സേ കവിതാംശത്തിൽ നിന്ന് ചുൻകർ ലിഖേ തെരഞ്ഞെടുത്ത് എഴുതുക. നമുക്ക് സാധാരണ നമുക്കാകെ ഈ ചാപ്റ്ററിൽ ആകെ 2 സ്റ്റാൻസ് മാത്രമാണുള്ളത്. അതിലെ ഏതെങ്കിലും ഒരു സ്റ്റാൻസ് നിങ്ങൾക്ക് നൽകും. എന്നിട്ട് അതിൽ നിന്ന് ആ ഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വാക്കുകൾ നൽകും. അതിൽ നിന്നാണ് നമുക്ക് സമാനാർത്ഥി അതേ അർത്ഥം വരുന്ന വേർഡിനെ നമുക്ക് ഇതുപോലെ എഴുതേണ്ടത്. നോക്കിവിടെ ദാന ധാന്യങ്ങൾ, അന്തർ അകത്ത്, ആങ്ക് കണ്ണ്, കൗവ കാക്ക, പാങ്ക് ചിറക്, ഘർ വീട്. ഇനി നോക്കൂ, ഇപ്പുറത്ത് നൽകിയിട്ടുണ്ട് സമാനാർത്ഥക ശബ്ദ്. ഇവിടെ ഡിസോർഡർ ആണ്, അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഓർഡർ ആക്കിയിട്ടാണ് എഴുതേണ്ടത്. ഭീതർ അകത്ത്, നയൻ കണ്ണ്, ഗൃഹ് വീട്, പറ ചിറക്. പറന്നതിന് ചിറക് എന്നൊരർത്ഥം കൂടിയുണ്ട്. അനാജ് ധാന്യങ്ങൾ, കാക്ക് കാക്ക. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ദാന എന്നതിനിക്ക് അനാജ് എന്നതാണ് ചേർക്കേണ്ടത്. അപ്പോൾ നമ്മളിത് കോളം വരച്ച് എഴുതുമ്പോൾ ദാന എന്നതിൻ്റെ നേരെയുള്ള ഈ കോളത്ത് ഇവിടെ നമ്മൾ അനാജ് എന്നതാണ് എഴുതി കൊടുക്കേണ്ടത്. അന്തർ അകത്ത്, അതിന് നമ്മൾ ഭീത്തർ എന്നതാണ് അതിലേക്ക് സ്യൂട്ടാവുന്നത്. ആങ്ക് കണ്ണ്, അതിനുള്ളത് നയൻ കണ്ണ്. കൗവ കാക്ക, അതിന് കാക്ക് എന്നതാണ് ചേർക്കേണ്ടത്. പാങ്ക് ചിറക്, സെയിം അർത്ഥം വരുന്നത് പറ ചിറക്. ഘർ എന്ന് പറഞ്ഞാൽ വീട് എന്നാണ്, അതിന് ഗൃഹ് വീട്. ഈ രീതിയിലാണ് നമ്മൾ കൃത്യമായിട്ട് എഴുതേണ്ടത്. ഇനി നോക്കൂ, ആംഖേം ചമക് ഉടീം സേ ക്യാ താൽപര്യ ഹെ. ആംഖേം ചമക് ഉടി, കണ്ണുകൾ തിളങ്ങാൻ തുടങ്ങി അല്ലെങ്കിൽ തിളങ്ങി. സേ എന്നതുകൊണ്ട്, ഈ പറഞ്ഞത് കൊണ്ട്, ക്യാ താൽപര്യ ഹെ എന്താണ് ഉദ്ദേശിച്ചത്. താഴെ നൽകിയതിൽ ശരിയായത് മാത്രമാണ് നാം ആൻസറായിട്ട് എഴുതേണ്ടത്. അതായത് കണ്ണുകൾ തിളങ്ങി എന്നതുകൊണ്ട് ഘർ കെ സബി ബീമാർ ഹോഗേ എന്നതാണോ? വീട്ടിലുള്ള എല്ലാവരും രോഗികളായി മാറി എന്നതാണോ? ഘർ കെ സബി ദുഃഖി ഹോഗയെ, വീട്ടിലുള്ള എല്ലാവരും ദുഃഖി ഹോഗയെ ദുഃഖിതരായി തീർന്നു എന്നതാണോ? ഘർ കെ സബി വീട്ടിലുള്ള എല്ലാവരും ബേസഹാരെ ഹോഗയെ, ബേസഹാര എന്ന് പറഞ്ഞാൽ യാതൊരു സഹായവുമില്ലാതെ ഹെൽപ്ലെസ് ആയി മാറിപ്പോയി എന്നാണ് ഉദ്ദേശിക്കുന്നത്. സഹാര എന്ന് പറഞ്ഞാൽ സഹായം എന്നാണ്. ഒരു സഹായവും കിട്ടാത്തവരായി നിസ്സഹായരായി പോയി എന്നാണോ? അല്ലെങ്കിൽ ഘർ കെ സഭി വീട്ടിലുള്ള എല്ലാവരും സന്തുഷ്ട ഹോഗയെ സന്തുഷ്ടവാന്മാരായി സന്തോഷമുള്ളവരായി തീർന്നു എന്നതാണോ? ഈ പറയുന്ന ഈ ശൈലി ഏതിലേക്കാണ് സ്യൂട്ടാവുന്നത്? ആംഖേ ചമക്കൂന, ചമക്ക് ഉടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണ് തിളങ്ങി എന്ന് പറയുന്നത് സന്തോഷമുണ്ടാകുന്ന അവസ്ഥയെയാണ് നമ്മൾ അത് പ്രത്യേകമായി സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് അവസാനത്തതാണ് ശരി. ഘർ കെ സഭി സന്തുഷ്ട് ഹോഗയെ എന്നതാണ് എഴുതേണ്ടത്. മറ്റൊന്ന് നോക്കൂ, കവിതാംശ കെ ആധാർ പർ, കവിതാംശത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സഹി മിലാൻ കരേം, ശരിയായ രൂപത്തിൽ ചേർക്കുക, മാച്ച് ചെയ്യുക, ചേരുംപടി ചേർക്കുക. ഘർ കെ അന്തർ വീടിൻ്റെ അകത്ത്, കൗവേനെ കാക്ക, ഘർ ഭർ കി ആംഗേം വീട്ടിലുള്ളവരുടെ കണ്ണുകൾ. ഇതിലേക്ക് സ്യൂട്ടാവുന്നത് ഇപ്പുറത്തുനിന്ന് നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതണം. പാങ്കേം ഗുജലായി ചിറകുകൾ ചൊറിഞ്ഞു, ചമക് ഉടിയും തിളങ്ങാൻ തുടങ്ങി അല്ലെങ്കിൽ തിളങ്ങി, ദാനെ ആയേ ധാന്യങ്ങൾ എത്തി വന്നു. അപ്പോൾ നമ്മൾ ഇത് കറക്റ്റായിട്ട് നമുക്ക് ആ പാഠഭാഗം മനസ്സിലാക്കിയ ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് അത് ചേർക്കാൻ കഴിയും. ഘർ കെ അന്തർ ദാനെ ആയേ എന്നതാണ് ചേർക്കേണ്ടത്. കൗവേനെ പാങ്കേ ഗുജലായി എന്നതാണ് ചേർക്കേണ്ടത്. ഘർ ഭർ കി ആംഖേം ചമക് ഉഠീം എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മറ്റൊന്ന് നോക്കൂ നിങ്ങൾ, ഇസ് കവിതാമേം, ഈ കവിതയിൽ കിൻ കിൻ ജീവജന്തുവോം കാ സിക്ർ ഹെ. ഈ കവിതയിൽ കിൻ കിൻ ഏതെല്ലാം,
ജീവ് ജന്തുവോം കാ ജീവജാലങ്ങളെക്കുറിച്ചാണ് സിക്ർ ഹെ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ആൻസർ കാനി കുത്തിയ ഒറ്റക്കണ്ണിയായ പട്ടി, ചിപ്കലിയാം പല്ലികൾ, ചൂഹെ എലികൾ, കൗവെ കാക്കകൾ. ഇത്രയും ജീവജാലങ്ങളെയാണ് പരിചയപ്പെടുത്തിയത്. മറ്റൊന്ന് ഇസ്മേ, ഇതിൽ ഈ കവിതയിൽ കിൻ കിൻ നിർജീവ വസ്തുവും കെ ബാരമേ, ഏതെല്ലാം നിർജീവമായ ജീവനില്ലാത്ത വസ്തുവും ഖെ ബാരമേ വസ്തുക്കളെ കുറിച്ചാണ് ബത്തായ ഗയാ ഹെ പറയപ്പെട്ടത്. ചൂൽഹ അടുപ്പ്, ചക്കി ആട്ടുകല്ല്, ഭീത്ത് വാൾ ചുമര്. നോക്കൂ, അക്കാൽ ഔർ ഉസ്കെ ബാദ് നാമക് കവിത, അക്കാൽ ഔർ ഉസ്കെ ബാദ് എന്ന പേരുള്ള കവിത. കിസ്കി രചന ഹെ, ആരുടെ രചനയാണ്? ഇത് എഴുതിയത് ആരാണ്? പ്രഭാതാണോ, നാഗാർജുനാണോ, ധർമ്മവീർ ഭാരതിയാണോ? നമുക്കറിയാം നാഗാർജുൻ എന്ന കവിയാണ് ഇത് എഴുതിയിട്ടുള്ളത്. മറ്റൊന്ന് നോക്കൂ, കോൻസ പ്രസ്താവ് സഹി ഹെ. കോൻസ, കോൻ എന്ന് പറഞ്ഞാൽ ആര്, കോൻസ എന്ന് പറഞ്ഞാൽ ഏത്. കോൻസ പ്രസ്താവ്, ഏത് പ്രസ്താവനയാണ് സഹി ഹെ ശരിയായിട്ടുള്ളത്? 3 പ്രസ്താവനകൾ താഴെ തന്നിട്ടുണ്ട്. ഇതിൽ നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായിട്ടുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ. അത് ഏതാണ്? അതാണ് എഴുതേണ്ടത്. സഹിയായിട്ടുള്ളത്, ശരിയായിട്ടുള്ളത്. കാനി കുത്തിയ ഒറ്റക്കണ്ണിയായ പട്ടി ഘർക്കെ പാസ് സോരഹി ഹെ, വീടിൻ്റെ അടുത്ത് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതാണോ ശരി? കാനി കുത്തിയ പേടോക്കെ പാസ് സോരഹി ഹെ, മരത്തിൻ്റെ അടുത്താണ് സോരഹി ഹെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാനി കുത്തിയ ചൂൽഹെ ഔർ ചക്കി കെ പാസ്, അടുപ്പിൻ്റെയും ആട്ടുകല്ലിൻ്റെയും അടുത്താണ് സോരഹി ഹെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് വളരെ വ്യക്തമാണ്. എല്ലാവർക്കും പാഠഭാഗം മനസ്സിലാക്കിയവർക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അവസാനത്തതാണ് ശരി. കാനി കുത്തിയ ചൂൽഹെ ഔർ ചക്കി കെ പാസ് സോരഹി ഹെ എന്നതാണ് ശരി. മറ്റൊന്ന് നോക്കൂ, കാനി കുത്തിയ ഡബിൾ ഇൻവെർട്ട് കോമക്കകത്താണ് കാനി കുത്തിയ മേ. അപ്പം അർത്ഥം വെക്കേണ്ട എന്താ? കാനി കുത്തിയ എന്നതിൽ, എന്ന ഈ വാക്യത്തിൽ വിശേഷൺ ശബ്ദ, വിശേഷണ വാക്ക്, അഡ്ജക്റ്റീവ് വേർഡ് കോൻ സാ ഹെ ഏതാണ്? വിശേഷൺ വാക്ക് എന്ന് പറഞ്ഞാൽ ഒരു സഖ്യയെ, ഒരു നാമത്തെ വിശേഷിപ്പിക്കാനായി നാം ചേർത്ത് കൊടുക്കുന്ന വാക്കാണ് വിശേഷൺ വാക്ക്. ഘർ എന്ന് പറഞ്ഞാൽ വീട്, അതൊരു നൗണാണ്, സഖിയാണ്. ആ വീടിനെ വിശേഷിപ്പിച്ചുകൊണ്ട് ചെറിയ വീട്, വലിയ വീട്, സുന്ദരമായ വീട്, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആ വീടിൻ്റെ മുന്നേ നമ്മൾ ചെറിയ, വലിയ, സുന്ദരമായ, വിശാലമായ, ഇടുങ്ങിയ, ഇങ്ങനെയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും. ഈ വീടിനെ വിശേഷിപ്പിക്കാനായി കൊടുക്കുന്ന വേർഡുകളെയാണ് വിശേഷൺ വേർഡ് എന്ന് പറയുന്നത്. വിശേഷിപ്പിക്കുന്ന വാക്കുകളെ വിശേഷൺ ശബ്ദം എന്ന് പറയും. ഇത് സാധാരണയായിട്ട് ആദ്യമാണ് വരാറുള്ളത്. വീടിന് വിശേഷണം നൽകുമ്പോൾ വീടിൻ്റെ മുന്നെയാണ് ഇത് കൊടുക്കേണ്ടത്. വലിയ വീട് എന്നാണ്, വീട് വലിയ എന്ന് പറയാറില്ല. ചെറിയ കുളം അല്ലാതെ കുളം ചെറിയ എന്ന് പറയാറില്ല. അതുകൊണ്ട് വിശേഷണ വാക്കിനെ കണ്ടെത്താൻ എളുപ്പമാണ്. അതിലെ സഖ്യ നൗണ് ഏതാണെന്ന് നോക്കുക, അതിൻ്റെ തൊട്ട് മുന്നേ ആയിരിക്കും ചേർത്തിട്ടുണ്ടാവുക. നോക്കൂ നിങ്ങൾ, കാനി കുത്തിയ ഒറ്റക്കണ്ണിയായ പട്ടി. ഇവിടുത്തെ നൗൺ എന്താണ്? പട്ടിയാണ്. ഈ പട്ടിക്ക് നൽകിയ വിശേഷണമാണ് ഇത്. ഒറ്റക്കണ്ണിയായ പട്ടിയാണ്, ആ പട്ടിക്കുള്ള വിശേഷണമാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ടും ആ വേർഡുകൾ മനസ്സിലാക്കിയിട്ട് അതിലെ വിശേഷൺ വാക്കിനെ കണ്ടെത്താൻ അറിയണം. കുത്തിയ എന്നതിൻ്റെ വിശേഷൺ വാക്ക് കാനി. അപ്പോൾ ഇതിൻ്റെ ആൻസർ കാനി എന്ന് മാത്രമാണ് എഴുതേണ്ടത്. സുന്ദർ ലടുക്ക എന്ന് വരുമ്പോൾ വിശേഷൺ വാക്ക് എഴുതാൻ പറയുമ്പോൾ സുന്ദർ എന്നാണ് എഴുതേണ്ടത്. മോട്ടി ലടുക്കി എന്ന് പറയുമ്പോൾ, തടിച്ച പെൺകുട്ടി എന്ന് പറയുമ്പോൾ മോട്ടി ലടുക്കി എന്നതിലെ വിശേഷൺ വാക്ക് മോട്ടി എന്നതാണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന് ദീവാർ ക. ദീവാർ എന്നതിൻ്റെ സമാനാർത്ഥി ശബ്ദ, സമ അർത്ഥം വരുന്ന വാക്ക് കോൻസാഹെ ഏതാണ്? ഭീത്ത് എന്നാണോ, ഹാലത്ത് എന്നാണോ, ഗസ്റ്റ് എന്നാണോ? ദീവാർ എന്നതിൻ്റെ സമാനാർത്ഥം ഭീത്ത്, അതാണ് കവിതയിൽ നൽകിയിരിക്കുന്നത്. ഭീത്ത് എന്നതിന് മലയാളത്തിൽ ഭിത്തി എന്നും പറയാം. ഭിത്തി ചുമര് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന് കോൻ ദീവാർ പർ ഘൂം റഹാഹെ. ആരാണ് ദീവാർ പർ ചുമരിന്മേൽ ഘൂം റഹാഹെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? കുത്തിയ പട്ടിയാണോ, എലിയാണോ,
ചിപ്കലി, പല്ലിയാണോ? ഇതിൽ ശരിയായ ആൻസർ നമുക്കറിയാം, ചിപ്കലി എന്നതാണ് ശരി. നോക്കൂ, അകാൽ ഔർ ഉസ്കെ ബാദ് കവിതാ പർ ടിപ്പണി ലിഖേ. അകാൽ ഔർ ഉസ്കെ ബാദ് എന്ന കവിതയുടെ വിവരണം തയ്യാറാക്കുക, ടിപ്പണി തയ്യാറാക്കുക. നോക്കൂ, കവിതയുടെ ടിപ്പണി തയ്യാറാക്കുമ്പോൾ ഒരു ഹെഡിങ് നിർബന്ധമായിട്ട് നൽകിയിരിക്കണം. കവിതയുടെ വിഷയം തന്നെയാണ് നമുക്ക് ടിപ്പണിയിൽ എഴുതാനുള്ളത് എന്നതുകൊണ്ട് കവിതയുടെ ഹെഡിങ് നൽകുന്നത് കൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ നാം എഴുതുന്ന ടിപ്പണിയിൽ പ്രതിപാദിക്കുന്ന വിഷയം ഏതാണോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹെഡിങ് നൽകാനും സാധിക്കും. നോക്കൂ, അകാൽ ഔർ ഉസ്കെ ബാദ്, ക്ഷാമവും അതിൻ്റെ ശേഷകാലവും. നാഗാർജുൻ ഹിന്ദി കെ പ്രഗതിശീൽ സാഹിത്യകാർ ഹെ. നാഗാർജുൻ ഹിന്ദിയിലെ പ്രഗതിശീൽ, പുരോഗമനപരമായ, ഹിന്ദി സാഹിത്യത്തിന് പല ശാഖകളുണ്ട്, അതിൽ പുരോഗമന ചിന്താഗതിയുള്ള കവിമാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സാഹിത്യകാരനാണ് ഇദ്ദേഹം. ലോക് ജീവൻ, പ്രകൃതി ഔർ സമകാലീൻ രാജനീതി ആപ്കി രചനാओं के മുഖ്യ വിഷയ ഹെ. അദ്ദേഹത്തിൻ്റെ രചനകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒന്ന് ലോക് ജീവൻ, നാടൻ ജീവിതം, സാധാരണക്കാരുടെ ജീവിതം, അതുപോലെ പ്രകൃതി, സമകാലീൻ രാജനീതി, ആധുനിക രാഷ്ട്രീയം. ഇതൊക്കെയാണ് ആപ് കി, അദ്ദേഹത്തിൻ്റെ രചനാओं के, രചനകളുടെ മുഖ്യ വിഷയ ഹെ, പ്രധാന വിഷയം. ഇസ് കവിതാമേ, ഈ കവിതയിൽ കവി അകാൽ കി ദയനീയത, ക്ഷാമത്തിൻ്റെ ദയനീയതയും, ആ ദയനീയതയ്ക്ക് സാത്ത്, ദയനീയതയോടൊപ്പം, ക്ഷാമത്തിൻ്റെ ദയനീയതയോടൊപ്പം ഭോജൻ കാ മഹത്വ കാ, ഭക്ഷണത്തിൻ്റെ മഹത്വത്തിൻ്റെയും വർണ്ണൻ കർത്തെ ഹെ, വർണ്ണന നടത്തുന്നു. ഒന്ന് ക്ഷാമത്തിൻ്റെ ദയനീയ അവസ്ഥ ഒരു സ്റ്റാൻസയിൽ അവതരിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പാരഗ്രാഫിൽ ഭക്ഷണം കിട്ടുമ്പോഴുണ്ടാകുന്ന അവരുടെ അവസ്ഥ. രണ്ടു മനോഹരമായിട്ടാണ് അദ്ദേഹം വർണ്ണിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പാരഗ്രാഫിൽ കവിയെക്കുറിച്ചും കവിതയെക്കുറിച്ചും വിഷയത്തെക്കുറിച്ചും നമുക്ക് അല്പം പറയാൻ സാധിച്ചു. ഇങ്ങനെയാണ് ടിപ്പണി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. കൈ ദിനോം സേ, ഒരുപാട് ദിവസങ്ങളായി, വഹാം, അവിടെ, അകാൽ പടാഥ, ക്ഷാമം പിടിപെട്ടിട്ടുണ്ടായിരുന്നു. അകാൽ കെ ദിനോമേ, ക്ഷാമത്തിൻ്റെ ദിവസങ്ങളിൽ, ഘർ മേം, വീട്ടിൽ, ഏക് ദാനാ ഭി നഹീ ഥാ, ഒരു ധാന്യം പോലും. എന്ന് പറഞ്ഞാൽ ധാന്യങ്ങൾ പല ടൈപ്പുണ്ട്, അതിൽ അവർക്ക് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ധാന്യം പോലും നഹീ ഥാ, ഉണ്ടായിരുന്നില്ല. കൈ ദിനോം സേ, ഒരുപാട് ദിവസങ്ങളായി, ഘർ ക, വീട്ടിലുള്ള, ചൂൽഹ, അടുപ്പ്, നഹി ജലായ ഥ, കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അടുപ്പ് കത്തിക്കണമെങ്കിൽ ഭക്ഷണം വേണം, ഭക്ഷണമില്ലാത്തത് കൊണ്ട്, ധാന്യങ്ങളില്ലാത്തത് കൊണ്ട് അടുപ്പ് കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അർത്ഥാത്, അതായത്, ഘർമേ, വീട്ടിൽ, ഭോജൻ നഹി ബനായ ഥ, വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. നോക്കൂ, ഘർ കി ദീവാറോം പർ, വീടിൻ്റെ ചുമരുകളിൽ, ചിപ്കലിയാം ഘൂം രഹി ഥി, പല്ലികൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു, ചുറ്റിക്കറങ്ങുക. ചൂൽഹെ ഔർ ചക്കി കെ പാസ്, അടുപ്പിൻ്റെയും ആട്ടുകല്ലിൻ്റെയും അടുത്ത്. ഘർ കി, വീട്ടിലുള്ള, കാനി കുത്തിയ, ഒറ്റക്കണ്ണൻ പട്ടി. അനാജ് ആനെ കി പ്രതീക്ഷാമേ, ധാന്യം കിട്ടുമെന്നുള്ള, ആന എന്നതിന് പല അർത്ഥങ്ങളുണ്ട്, അറിയുക, കിട്ടുക എന്നൊക്കെ അർത്ഥമുണ്ട്. കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ, സോരഹി ഥി, ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചൂഹോം കോബി, എലികൾക്ക് പോലും, ഖാനെ കെലിയെ, കഴിക്കാനുള്ള അല്ലെങ്കിൽ കഴിക്കാൻ വേണ്ടി, കുച്ച് നഹി മിലാഥ, ഒന്നും തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. യഹ് സബ്, ഇതെല്ലാം, അകാൽ കി ദയനീയ ഹാലത്ത് തി, ക്ഷാമത്തിൻ്റെ ദയനീയ അവസ്ഥ ആയിരുന്നു. കൈ ദിനോ കെ ബാദ്, ഒരുപാട് ദിവസങ്ങളുടെ ശേഷം, ഉദ്ധർ, അവിടെ, അകാൽ സമാപ്ത് ഹുവ, ക്ഷാമം അവസാനിച്ചു. ഘർ മേ, വീട്ടിൽ, ഭോജൻ ഔർ ദാനെ ആയി, ഭക്ഷണങ്ങളും മറ്റു ധാന്യങ്ങളും ആയി വന്നു, എത്തിച്ചേർന്നു. വേ, അവർ, ഭോജൻ പക്കാനെ ലഗെ, ഭക്ഷണം പാചകം ചെയ്യാൻ തുടങ്ങി. തബ്, അപ്പോൾ, സബ് ലോഗ്, എല്ലാവരും, എല്ലാ വിഭാഗം ആളുകളും,
ഖുഷി സെ സന്തോഷത്തോടെ, ഉച്ചൽനെ ലഗെ തുള്ളിച്ചാടാൻ തുടങ്ങി. കൈ ദിനോം കെ ബാദ് ഒരുപാട് ദിവസങ്ങളുടെ ശേഷം, സബ് ലോഗ് എല്ലാവരും, ആദർ ഔർ ചാഹത്ത് സെ വളരെ ആദരവോടെയും ആഗ്രഹത്തോടെയും, ഭോജൻ ഇവിടെ ഭജൻ എന്നായി പോയിട്ടുണ്ട്, അത് ഭോജൻ എന്നാണ് വായിക്കേണ്ടത്. ഭോജൻ ഖാനെ ലഗെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഇസ് കവിതാമേം ഈ കവിതയിൽ കവി അകാൽ കി തീവ്രത ഔർ കവി ക്ഷാമത്തിൻ്റെ തീവ്രതയും, ഭോജൻ കി പ്രധാനത കെ ബാരേമേ ഭക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും കഹ്തേ ഹേ പറയുന്നു. ഇത്രയുമാണ് ഈ ടിപ്പണിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, എങ്കിലും പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്റർ തന്നെയാണ് ഇത്. ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാഠഭാഗവും ഇതിലുള്ള ആക്ടിവിറ്റീസുകളുമൊക്കെ കൃത്യമായി മനസ്സിലാക്കി പഠിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ധന്യവാദ്.